പശ്ചിമേഷ്യയിൽ യുദ്ധക്കളങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. യുദ്ധാവസാനത്തിലേക്ക് അടുക്കാനുള്ള എല്ലാത്തരം സമീപനങ്ങളോടും ഇസ്രായേൽ മുഖം തിരിക്കുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. പക്ഷേ ഇത്തവണ കളി മാറിയിരിക്കുന്നു. തൊട്ടുകളിച്ചാൽ തിരിച്ചടി ഉറപ്പ് എന്ന കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയപ്പോൾ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപും നിലപാട് കടുപ്പിച്ചു കഴിഞ്ഞു. പറഞ്ഞുവരുന്നത് ലെബനാനിലെ സൈനിക നടപടികൾ ഇസ്രായേൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇറാന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ലെബനാനിലെ വെടിനിർത്തൽ യുഎസുമായുള്ള തങ്ങളുടെ ധാരണാപത്രത്തിലെ പ്രധാനമായ വ്യവസ്ഥയാണെന്നും ഇസ്രായേലിന്റെ അധിനിവേശം ഇനി ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച യുഎസുമായി പുതിയ ധാരണാപത്രം ഒപ്പുവെച്ചതിനു ശേഷം മാത്രം 84 തവണയാണ് ഇസ്രായേൽ പതിവ് പോലെ കരാർ ലംഘിച്ചത്. തെക്കൻ ലെബനാനിൽ 4 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നാലെ സൈന്യം പിന്മാറിയില്ലെങ്കിൽ ഇറാന്റെ സായുധ സേനയിൽ നിന്ന് കടുത്ത പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഉന്നത സൈനിക കമാൻഡും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് സ്വന്തം സഖ്യകക്ഷിയായ അമേരിക്കയുടെ നിലപാടാണ്. G7 ഉച്ചകോടിക്കിടെ നെതന്യാഹുവിനോട് ട്രംപ് കടുത്ത അതൃപ്തിയാണ് പരസ്യമാക്കിയത്. നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും ഇസ്രായേലിന്റെ നീക്കങ്ങളിൽ താൻ ഒട്ടും സന്തുഷ്ടനല്ലെന്നും ട്രംപ് തുറന്നടിച്ചു. അതേസമയം ഇറാൻ ആണവായുധം വികസിപ്പിക്കില്ലെന്ന് ഉറപ്പു നൽകുന്ന 14 രഹസ്യ ധാരണാപത്രത്തെ നെതന്യാഹു പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ കരാർ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ചതിയായി വ്യാഖ്യാനിക്കപ്പെടാമെന്നാണ് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി ഇഹൂദ് ഒൽമട്ടും പറയുന്നത്. 3 മാസത്തിലേറെ നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമുള്ള US ഇറാൻ പ്രാഥമിക കരാറിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ ഈ വരുന്ന വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ നടക്കും. സമാധാന കരാറിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിലെ US നാവിക ഉപരോധം നിലവിൽ പിൻവലിച്ചിട്ടുമുണ്ട്. ഇതിനിടെ ഇസ്രായേലുമായി 5ാം റൗണ്ട് ചർച്ചകൾക്കുള്ള ഒരുക്കങ്ങൾ ലബനാൻ ഭരണകൂടം ആരംഭിച്ചു കഴിഞ്ഞു. ഈ 22-നാണ് ഈ നിർണായക ചർച്ച. സ്ഥിരമായ വെടിനിർത്തൽ, ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റം, തടവുകാരുടെ മോചനം എന്നിവയാണ് ലബനാൻ ലക്ഷ്യമിടുന്നത്. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും തെക്കൻ ലബനാനിലെ നബാത്തിയയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുക തന്നെയാണ്. എന്നാൽ സൈന്യം പിന്മാറില്ലെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ വാശി. അമേരിക്കയും ഇറാനും തീരുമാനത്തിലേക്ക് അടുക്കുമ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെടുമോ എന്നതാണ് അടുത്ത ചോദ്യം. മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ? വരും ദിവസങ്ങൾ ലോകത്തെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ്.